السلام عليكم ورحمة الله وبركاته. الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അഖില പ്രപഞ്ചങ്ങളുടെയും നാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിരന്തരമായി ജീവിതത്തിന്റെ ഒരു വിജയമന്ത്രമായി നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉപദേശിക്കുവാൻ
ദീനിൽ പ്രത്യേകമായ സംവിധാനങ്ങളുള്ള ഒരു കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വയുടെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ദൈവഭയം എന്നതാണ്. ഖശിയത്തുല്ലാഹ് അല്ലെങ്കിൽ അൽ ഖൗഫു മിനല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണത്. അള്ളാഹുവിനോട് ഭയമുണ്ടാവുക, അള്ളാഹുവിനോട് ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ എന്ന് വിശുദ്ധ ഖുർആൻ ജീവിതത്തെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായി വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ റബ്ബിനെ അദൃശ്യനായിരിക്കുന്ന അവസ്ഥയിൽ നാഥനെ കാണാതെ തന്നെ, അള്ളാഹുവിനെ കാണാതെ തന്നെ അള്ളാഹുവിനോട് ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഫലങ്ങളും പാപമോചനവും ലഭ്യമാകും എന്ന സ്വഭാവത്തിലും വിശുദ്ധ ഖുർആനിൽ ജീവിതത്തിൽ വിജയം വരിക്കുന്നവരുടെ ഗുണവിശേഷങ്ങൾ വിശ്വാസികളുടേതായി പഠിപ്പിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളിലും അതുപോലെ വഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നാഥനോടുള്ള റബ്ബിനോടുള്ള ഭയം എന്ന വികാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഭയം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള ഒരു കാര്യമാണ്. ഭയമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുകയില്ല, ഭയം ഇല്ലാതാക്കാനും കഴിയില്ല എന്നതാണ്. ഇസ്ലാം ചെയ്യുന്നത് ആ ഭയത്തെ അതിന്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് തിരിച്ചുവിടുകയും അതല്ലാത്ത എല്ലാ ഭയങ്ങളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിച്ച് ധീരരായി കരുത്തരായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ശക്തി അവർക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. കണ്ണിൽ കണ്ടതിനെയൊക്കെയും ഭയപ്പെടുന്നതിന് പകരം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും വിവരക്കേടിന്റെയും അജ്ഞതയുടെയും അടിസ്ഥാനത്തിലും തന്റെ ജീവിതത്തിൽ താൻ ഭയം വെച്ചു പുലർത്തുന്ന പലതും അതങ്ങനെ ഭയപ്പെടേണ്ടുന്ന ശക്തികളോ കേന്ദ്രങ്ങളോ അല്ല എന്നും, യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടുന്നതായിട്ട് ഉള്ള ഒരേ ഒരു ശക്തി അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിലേക്ക് ഭയം എന്ന വികാരത്തെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ഭയങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ആശങ്കകളും പിന്നീട് അസ്ഥാനത്താണ്. അല്ലാഹുവിനോടുള്ള ഖശ്യത്തിലൂടെ ബാക്കി എല്ലാ ഭയങ്ങളെയും അതിജയിക്കാൻ കഴിയും എന്ന പാഠമാണ് വിശുദ്ധ ഖുർആൻ നിരന്തരമായി നൽകുന്നത്. ഖശ്യത്തുള്ള എന്ന ഈ ഗുണം എങ്ങനെയാണ് സ്വായത്തമാവുക എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ വളരെ പ്രസിദ്ധമായ ഒരാപ്തവാക്യം പോലെയുള്ള പ്രസ്താവനയാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ എന്ന പ്രയോഗം. അല്ലാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ നിന്ന് ഇൽമുള്ളവർ മാത്രമാണ്, ആലിമുകൾ മാത്രമാണ്, വിവരമുള്ളവർ മാത്രമാണ് എന്നതാണ് ആ ആയത്തിന്റെ അർത്ഥം. ഈ മഹത്തായ വിജ്ഞാന സ്ഥാപനത്തിന്റെ നെറ്റിത്തടത്തിൽ ദീർഘകാലം ഒരാപ്തവാക്യം പോലെ ആ ആയത്ത് കുറിച്ചു വെക്കപ്പെട്ടിരുന്നു. പഴയകാല തലമുറയിലുള്ള ശാന്തപുരത്തെ അറിയുന്ന, ശാന്തപുരത്തെ പഴയ സ്ഥാപനത്തെ അറിയുന്ന ആളുകൾക്കൊക്കെയും ഏറ്റവും അവസാന കാലം വരെ നമ്മുടെ മുൻഭാഗത്തുള്ള കെട്ടിടത്തിന്റെ നെറ്റിത്തടത്തിൽ ആ വചനം അങ്ങനെ കുത്തിവെക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിൽ ആ ആയത്ത് രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് കേവലമായ ഒരു വിജ്ഞാന
കേന്ദ്രമല്ല. വിജ്ഞാനത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇൽമിലൂടെ ആ ലക്ഷ്യത്തിലേക്കാണ് കണ്ണുവെക്കേണ്ടത് എന്ന സൂചനയാണ് എല്ലാവരോടും ആ ആയത്ത് വിളിച്ചു പറയുന്നത്. ഖശ്യത്തുള്ള എന്നതുണ്ടാവുകയും അതുവഴി ജീവിതത്തിൽ വിജയം നേടിയെടുക്കുകയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മഗ്ഫിറത്തും മഹത്തായ പ്രതിഫലങ്ങളും നേടിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ കാര്യമാണ്. പക്ഷേ അത് സാധ്യമാകുന്നത് ഇൽമിലൂടെയാണ്. അറിവുണ്ടായാലല്ലാതെ ആ ഭയം രൂപപ്പെട്ടു വരികയില്ല. ആ ഭയം ഉണ്ടാകുന്നതിലൂടെയല്ലാതെ ജീവിതത്തിലെ മറ്റ് ഭയപ്പാടുകളിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയുകയില്ല എന്ന കാര്യമാണ് അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ എങ്ങനെയാണ് അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഖൈറുകളുടെ വിശാലമായ വാതായനങ്ങൾ, കവാടങ്ങൾ തുറന്നു വെക്കുക എന്നതിനെ കുറിച്ചാണ്, അതിനെക്കുറിച്ചുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്തയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇൽമ് നേടുമ്പോൾ ആ ഇൽമ് സ്വയം ഇൽമ് നേടുക എന്നത് ഒരു ലക്ഷ്യമാകുന്നതിന് പകരം ആ ഇൽമിന്റെ ലക്ഷ്യം ആ വിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവോട് ഭക്തിയും ഭയവും ബഹുമാനവുമുള്ളവരാവുക. അള്ളാഹുവിനെ അറിയുന്നതിലൂടെ, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ അറിയുന്നതിലൂടെ അള്ളാഹുവിന്റെ ഇസ്സത്തും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും തിരിച്ചറിയുക എന്നതാണ്. ആയത്തിന്റെ ഒടുവിൽ അള്ളാഹുവിന്റെ വിശേഷണമായി പറയുന്നത് അസീസുൻ ഗഫൂർ എന്നതാണ്. എന്തുകൊണ്ട് വിവരമുള്ളവർ അള്ളാഹുവിനെ ഭയപ്പെടും എന്ന ചോദ്യത്തിലേക്കുള്ള സൂചനകളാണ് ആ രണ്ട് സിഫത്തുകൾ, അള്ളാഹിന്റെ രണ്ട് സിഫത്തുകൾ. ഒന്ന്, അള്ളാഹുവാണ് ഇസ്സത്തുടയവൻ, കരുത്തുറ്റവൻ അള്ളാഹുവാണ്. ആ കരുത്തുറ്റ അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോഴാണ് ആ അള്ളാഹുവിനോട് നിങ്ങൾ ഭയഭക്തി ബഹുമാനം നിങ്ങൾക്കുണ്ടാകുന്നത്. ഇന്നൽ ഇസ്സത ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാണ് കരുത്തുള്ളത്. ബാക്കിയുള്ള എല്ലാ കരുത്തുകളും അള്ളാഹുവിൽ നിന്ന് മാത്രം സ്വായത്തമാക്കുന്ന അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ ഖനികളിൽപ്പെട്ട ഒരു ഖനിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ദിക്റിന് അത്ര പ്രാധാന്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് ഒരു പ്രഖ്യാപനമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അള്ളാഹു വഴിയല്ലാതെ ഒരു ശക്തിയും ഒരു ചലനവും സാധ്യമാവുകയില്ല എന്ന പ്രഖ്യാപനമാണത്. എല്ലാറ്റിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ കരുത്ത്, ആ അള്ളാഹുവിന്റെ കരുത്തിനെ കുറിച്ചുള്ള അറിവ് മനുഷ്യനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടാക്കി എടുക്കുന്നു എന്നതാണ്. അള്ളാഹനെ നമ്മൾ ഭയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സാധാരണയുള്ള നമ്മുടെ ഭയങ്ങളെ പോലെയുള്ള ഒരു ഭയമല്ല അള്ളാഹുവിനോട് നമുക്ക് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചല്ല ഖശ്യത്തുള്ള എന്ന് പറയുന്നത്. തമാശക്ക് അള്ളാഹിനെ പേടിച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോകാത്തത് എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു പേടിയെ കുറിച്ചല്ല ഖശ്യത്തുള്ള എന്ന് പറയുന്നത്. നമുക്ക് അള്ളാഹുവോടുണ്ടാകുന്ന നിരുപാധികമായ, കലവറയില്ലാത്ത, കണക്കാക്കാനാവാത്ത അള്ളാഹുവോടുള്ള സ്നേഹം, അതേപോലെ തന്നെ അള്ളാഹുവോടുള്ള നമ്മുടെ ബഹുമാനം, ഇതൊക്കെ മുൻനിർത്തിയാണ് അള്ളാഹുവിനോട് നമുക്ക് ഭയമുണ്ടാകുന്നത്. ഞാൻ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കഠിനമായ സ്നേഹമുണ്ടാകുന്ന അള്ളാഹു, അഖില പ്രപഞ്ചങ്ങളുടെയും നാഥനായ അള്ളാഹു. ഈ ആയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അതിനു മുമ്പ് ഈ പ്രപഞ്ചത്തിലെ ഒട്ടനവധി പ്രതിഭാസങ്ങളെ, വിസ്മയകരമായ പ്രതിഭാസങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അലം തറ, അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, ആകാശലോകത്തു നിന്ന് മഴയായി വെള്ളം ഭൂമിയിലേക്ക് വർഷിച്ചു തന്നവൻ. ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, ഒരേ നിറമുള്ള, ഒരൊറ്റ നിറമുള്ള തെളിഞ്ഞ വെള്ളം മുകളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പതിച്ച് ആ വെള്ളം ഭൂമിയുടെ മണ്ണിൽ പ്രവർത്തിച്ചിട്ട്
ഈ ഭൂമിയിൽ പൊട്ടിമുളച്ചിട്ടുള്ള ചെടികളിൽ, വൃക്ഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഫലവർഗ്ഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് അവിടെ പ്രവർത്തിച്ച ആ വെള്ളത്തെ പോലെ ഒരൊറ്റ കളറിലുള്ള, ഒരൊറ്റ നിറത്തിലുള്ള ഫലവർഗ്ഗങ്ങളല്ല. അത് വളരെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലുള്ള ഫലവർഗ്ഗങ്ങൾ, ഒരൊറ്റ കളറിലുള്ള വെള്ളത്തെ ഭൂമിയിലേക്ക് വർഷിപ്പിച്ച് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ. അതേപോലെ തന്നെ പർവ്വതങ്ങൾ, പല നിറങ്ങളിലുള്ള പർവ്വതങ്ങൾ, അതിലെ മണ്ണിന്റെയും അതിലുള്ള മരങ്ങളുടെയും ഒക്കെ സ്വഭാവം അനുസരിച്ച് വെള്ള പൂശി നിൽക്കുന്ന പർവ്വതങ്ങൾ, ചുവന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, കൂരാകൂരിരുട്ടുപോലെ കറുത്തിരുണ്ട നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ പർവ്വത നിരകൾ. ഇങ്ങനെ വ്യത്യസ്തവും വൈവിധ്യവുമായ വർണ്ണങ്ങളിലുള്ള ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ അള്ളാഹു സെറ്റ് ചെയ്തതിനെ കുറിച്ച് എന്ന് പറയുന്നത് കറുത്തിരുണ്ട പർവ്വതങ്ങൾ. അതേപോലെ തന്നെ അപ്രകാരം തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലും ഇഴജന്തുക്കളുടെ കൂട്ടത്തിലും കാലികളുടെ കൂട്ടത്തിലും ഒക്കെ ഇങ്ങനെ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള സൃഷ്ടിപ്പുകൾ നടത്തിയ മഹാവിസ്മയം സൃഷ്ടിപ്പിൽ തീർത്ത അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ആ ആയാത്തുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. പ്രാപഞ്ചികമായ ഈ പ്രതിഭാസങ്ങളെ കുറിച്ചും അതിന്റെ വിസ്മയങ്ങളെ കുറിച്ചും അത് സൃഷ്ടിച്ച് അത് പടച്ചുണ്ടാക്കിയ സ്രഷ്ടാവിന്റെ മഹത്വത്തെക്കുറിച്ചും ആലോചിക്കുകയും ചിന്തിക്കുകയും അറിഞ്ഞ് ആലിമുകളായി മാറിയവർ, ഇൽമുണ്ടായവർ, അങ്ങനെ ഇൽമുണ്ടാകുന്നവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുകയുള്ളൂ. ആ ദൈവഭയം ഉള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. കാരണം അവർക്ക് ജീവിതത്തിന്റെ റിയാലിറ്റി തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇൽമ് നേടുക എന്നത് മാത്രം സ്വന്തം നിലക്കൊരു ലക്ഷ്യമാകാൻ പാടില്ലാത്തതാണ്. നേടുന്ന ഇൽമ് ഏത് തരം ഇൽമാണ് എന്ന വിഭജനം യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. ഭൗതികമായ ജ്ഞാനം എന്നും അഭൗതികമായ ജ്ഞാനം അല്ലെങ്കിൽ മതപരമായ ജ്ഞാനം എന്നും ഉള്ള വിഭജനം ഇസ്ലാമിന്റേതല്ല. അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അത് മതേതരത്വത്തിന്റെ, സെക്യുലറിസത്തിന്റെ വിഭജനമാണ്. ഇസ്ലാമിന് അത്തരം വിഭജനങ്ങളില്ല. അതുകൊണ്ടാണ് പ്രകൃതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട, ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തന്നെ പരാമർശിക്കുകയും ആ കാര്യങ്ങളിൽ ചിന്തിക്കാനും ആലോചിക്കാനും പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി വിശ്വാസങ്ങളിലേക്ക്, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക്, പരലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒക്കെ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചു വിടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ആ വിഭജനം ഇല്ല. പക്ഷേ ഉള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഭൗതിക വിജ്ഞാനം നേടുകയും അതേപോലെ തന്നെ നമുക്ക് ദീനീ ജ്ഞാനം എന്ന് മറുഭാഗത്ത് പറയാൻ കഴിയുന്ന ജ്ഞാനങ്ങൾ, ഇത് രണ്ടും നേടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അവലംബിക്കുന്ന രീതി ഉണ്ടാകരുത് എന്നതാണ്. പ്രത്യേകിച്ചും ഭൗതികമായി നേടിയെടുക്കുന്ന ജ്ഞാനങ്ങളാണ് എല്ലാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. എന്നല്ല, ജീവിതത്തെ ഭൗതികമായ ഒരു കോണിലൂടെ മാത്രം നോക്കിക്കണ്ട് ജീവിത നിലപാടുകൾ സ്വീകരിക്കുന്നത് അപകടകരമാണ് എന്ന പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന പ്രവാചക കഥകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിയുടെ കഥ. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ ജീവിത കഥ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ അവതരിപ്പിച്ചതിന്റെ ആ ജീവചരിത്രത്തിന്റെ മൊത്തത്തിലുള്ള ഏതാണ്ടൊരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം കൊണ്ട് നോഹിന്റെ ജനത ശിക്ഷിക്കപ്പെടുകയും അതിൽ എല്ലാം തകർന്നു പോവുകയും അവിശ്വാസികളൊക്കെയും നശിപ്പിക്കപ്പെടുകയും നോഹിൽ വിശ്വസിച്ചവരും മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് നൂഹ് നബി അലൈഹി സ്വലാമയുടെ മൊത്തം ജീവിതകഥയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ആ ക്ലൈമാക്സിലുള്ള ഒരു രംഗം വിശുദ്ധ ഖുർആൻ
വിശദീകരിക്കുന്നിടത്ത് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടുന്ന ജ്ഞാനം, അറിവ് ഏതാണെന്നും ഭൗതിക ജ്ഞാനത്തെ മാത്രം അവലംബിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട് കളയാമെന്ന്, ജീവിതത്തിൽ വിജയം നേടിക്കളയാമെന്ന് വ്യാമോഹിക്കുന്നവന് ഉണ്ടാകുന്ന ദുർഗതി എന്താണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സൂറത്ത് ഹൂദിൽ നമുക്ക് നല്ല വൃത്തിയിൽ വളരെ ആസ്വാദ്യകരമായി ആ കഥ വായിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്ന്, ആകാശത്തു നിന്ന് മഴയായും ഭൂമിയിലുള്ള മനുഷ്യർ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അടുപ്പുകളിൽ നിന്നും ഉറവ പൊട്ടിയൊഴുകിയ വെള്ളം കൊണ്ട് ഒരു മഹാപ്രളയമുണ്ടായി വന്നപ്പോൾ നേരത്തെ തന്നെ ഭൗതികമായ ജ്ഞാനത്തിന്റെയും ദീർഘദൃഷ്ടിയുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് അറിവിന്റെ ആറാമിന്ദ്രിയമായ, അല്ലെങ്കിൽ അറിവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സോഴ്സായ വഹയിലൂടെ വന്നു കിട്ടിയ ഇൽമിന്റെ സഹായത്തിൽ മരുഭൂമിയിൽ നൂഹ് നബി അലൈഹിസ്സലാം ഒരു കപ്പൽ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കപ്പൽ പണി നടക്കുന്ന സമയത്ത് അതിലൂടെ കടന്നുപോയ അവിശ്വാസികളൊക്കെയും നൂഹിനെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അല്ലാഹു നൂഹിനോട് പറഞ്ഞത് ഫസ്നഇൽ ഫുൽക ബിഅഅയുനിനാ വവഹയിനാ. ബാക്കിയുള്ളവരെന്ത് പറയുന്നു? ഭൗതികമായ സാഹചര്യങ്ങൾ ഇപ്പോഴെന്താണ്? ഇപ്പോൾ ജീവിക്കുന്ന ഭൂമി വെള്ളം പൊടിയാത്ത മരുഭൂമിയാണ് എന്നൊന്നും താങ്കൾ പരിഗണിക്കേണ്ടതില്ല. എന്റെ കൺവെട്ടത്ത് ഞാൻ നൽകുന്ന വഹയിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കപ്പൽ പണിതുകൊള്ളുക. അങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ പണിയുന്നത്. അങ്ങനെ വെള്ളം മഹാപ്രളയമായി ഉയർന്നു പൊങ്ങാൻ തുടങ്ങിയതോടുകൂടി എവിടെ ഓട്ടാനാണ് ഈ കപ്പൽ? മരുഭൂമിയിൽ കപ്പലോട്ടിക്കുന്നവൻ എന്ന് കളിയാക്കിയവരുടെ കൺമുമ്പിൽ മെല്ലെ മെല്ലെ ആ വെള്ളത്തിൽ നൂഹുണ്ടാക്കിയ കപ്പൽ അങ്ങനെ പൊങ്ങി വന്നു. ഫഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി. വലിയ പർവ്വതങ്ങൾ പോലെ, മലകൾ പോലെയുള്ള വലിയ തിരകൾക്കിടയിൽ, വെള്ളത്തിന്റെ തിരകൾക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറ്റിയ ജനങ്ങളുമായി, ജീവികളുമായി ആ ഓളപ്പരപ്പിൽ ആ കപ്പൽ അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. വനാദാ നൂഹ് ഇബ്നഹു വകാന ഫീ മഅസിലിൻ. കപ്പൽ അങ്ങനെ വെള്ളത്തിൽ, ചെറിയ വെള്ളമല്ല, മഹാപ്രളയത്തിന്റെ വെള്ളത്തിൽ, ഖുർആൻ പറയുന്നതനുസരിച്ച് തന്നെ വലിയ മലകൾ പോലെയുള്ള തിരകൾ അടിക്കുന്ന വെള്ളത്തിന് മുകളിൽ ഒഴുകുന്ന കപ്പലിൽ നിന്നുകൊണ്ട് ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്വന്തം മകനെ നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു. എന്നിട്ട് യാ ബുനയ്യർകം മഅനാ, പൊന്നുമോനെ ഇതിലേക്ക് കയറടാ. അവസാനത്തെ അത്താണിയാണ്, അവസാനത്തെ തുരുത്താണ്, നീ വിശ്വസിച്ച് ഇതിലേക്കൊന്ന് കയറ് എന്ന് മകനോട് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു. വലാ തകും മഅൽ കാഫിരീൻ. ഇനിയും കാഫിറായി, നിഷേധിയായി, മുങ്ങിച്ചാകാൻ നിൽക്കല്ലേ, ഇതിലേക്കൊന്ന് കയറ് എന്ന് പുന്നാര മകനെ വിളിച്ച് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. അപ്പോ മകന്റെ പ്രതികരണം ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല. എന്നെ ഈ മഹാപ്രളയ ജലത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ആ മലമുകളിലേക്ക് ഞാൻ അഭയം തേടിക്കൊള്ളാം എന്നതാണ്. അത് ഭൗതികമായ ഒരു നേട്ടമാണ്, ഭൗതികമായ ഒരറിവാണ്. വെള്ളം ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോ അത് ജീവിതത്തിന് ഭീഷണി, നമ്മളെ മുക്കിക്കളയുമെന്ന് ഭീഷണി ഉണ്ടാകുമ്പോ ഭൗതികമായ അറിവനുസരിച്ച് അങ്ങനെ വെള്ളം ഉയർന്നു പൊങ്ങുമ്പോ വെള്ളം ഉയരുന്നതിനേക്കാൾ ഉയരത്തിലുള്ള വല്ലയിടത്തും കയറി നിന്നാൽ ആ വെള്ളത്തിന്റെ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് ഭൗതികമായ അറിവാണ്. വെള്ളം ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് അതിനേക്കാൾ ഉയരമുള്ള തലത്തിലേക്ക്, പ്രദേശത്തേക്ക് കയറി നിന്നാൽ നമുക്ക് വെള്ളത്തിൽ നിന്ന്, മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന അറിവ്. ആ അറിവ് വെച്ചാണ് നോഹിന്റെ മകൻ പെരുമാറിയത്, നോഹിന്റെ മകൻ പ്രതികരിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ നൂഹ് എന്ന പിതാവ് മകനോട് പറഞ്ഞു, ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. മോനെ, ഇത് ആ ഭൗതികമായ അറിവ് കൊണ്ട് നേരിടാവുന്ന ഒരു സാഹചര്യമല്ല, ഇത് കളി വേറെയാണ്. ഭൗതികമായി നിനക്കുള്ള അറിവ് വെച്ചിട്ട് നേരിടാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയല്ല ഇത്. ഇത് ഫൗഖ കുല്ലി തദ്ബീരിൻ ലില്ലാഹി
ലില്ലാഹി തദ്ബീറു, എല്ലാ ആസൂത്രണങ്ങൾക്കും മുകളിൽ ഈ അഖില ലോകങ്ങളുടെയും രക്ഷിതാവായ നാഥനൊരു തീരുമാനമുണ്ട്, നാഥനൊരു ആസൂത്രണമുണ്ട്. ആ ആസൂത്രണം അള്ളാന്റെ കൽപ്പനയായി, മിൻ അംരില്ല, അള്ളാന്റെ കൽപ്പന ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ സമയമാണ്. ഇപ്പോൾ രക്ഷപ്പെടാൻ ഒരു കുന്നും ഒരു മലയും നിന്നെ സഹായിക്കുകയില്ല. ഇല്ലാ മർ റഹിം, ഇത് കൽപ്പന അള്ളാഹുവിന്റേതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിയപ്പെട്ടവർക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അറിവ് നൂഹിന്റെ മകനില്ലാതെ പോയാൽ ഭൗതികമായ അറിവ് മാത്രം ഉണ്ടാവുകയും അതിനപ്പുറത്ത് വിശ്വാസത്തിന്റെ അറിവ്, വിശ്വാസം ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് അതില്ലാതെ പോവുകയും ചെയ്തു. അങ്ങനെ ഭൗതികമായ അറിവ് കൊണ്ട് മാത്രം ഭൂമിയിൽ അതിജയിച്ചു കളയാമെന്ന് കരുതുന്ന ഏത് മൂഢനും ഏത് വിവരം കെട്ടവനും മുങ്ങിച്ചാവുകയാണ് ചെയ്യുക എന്ന സന്ദേശം ലോകർക്ക് എല്ലാ കാലത്തേക്കും സമ്മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ പർവ്വതം കണക്കെ ഉയർന്നു പൊങ്ങിയ തിരകൾക്കിടയിൽ അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി ആ പിതാവിനുണ്ടായിരുന്നില്ല, നൂഹ് എന്ന പിതാവിനുണ്ടായിരുന്നില്ല. കാരണം യാ ബുനയ്യ, പൊന്നുമകനെ എന്ന് വിളിച്ച് എങ്ങനെയെങ്കിലും മകനെ രക്ഷപ്പെടുത്താൻ പെടാപ്പാടുപെട്ട വളരെ സ്നേഹനിധിയായ വാത്സല്യനിധിയായ ഒരു പിതാവായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൺവെട്ടത്തിൽപ്പെടാതെ അള്ളാഹു ഒരു തിരയിങ്ങനെ നൂഹിന്റെ കണ്ണുകളെ മറപ്പിച്ച് ഒരു തിര ഇങ്ങനെ അടിച്ചു വീഴ്ചുകയും ആ തിരക്കപ്പുറത്ത് നൂഹെന്ന പിതാവിന് കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു സീൻ ആ തിരകൾക്കപ്പുറത്ത് നൂഹിന്റെ മകന്റെ മുങ്ങിമരണം സംഭവിക്കുകയും ചെയ്തു എന്നത് വിശുദ്ധ ഖുർആൻ വളരെ വൃത്തിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പോ ഉണ്ടാകേണ്ടുന്ന ജ്ഞാനം വിശ്വാസത്തിന്റെ വഹയിന്റെ പിൻബലമുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൗതിക ജ്ഞാനം നേടിയെടുക്കുകയും ആ ജ്ഞാനം കൊണ്ട് അള്ളാഹുവോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുകയും അത് ജീവിത വിജയത്തിന്റെ വഴിയായി നമുക്ക് മാറിത്തീരുകയും ആയിത്തീരുകയും ചെയ്യുക എന്നതാണ് സംഭവിക്കേണ്ടത്. അതിലേക്ക് കഴിഞ്ഞ ആഴ്ചയും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ഔപചാരികമായ വിദ്യാഭ്യാസം നേടുന്നവർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. എല്ലാവരും ഇൽമു നേടുക, ആ ഇൽമു വഴി വിജയമാർഗങ്ങൾ കണ്ടെത്തുക എന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ദുനിയാവ് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമുള്ളത് അറിവാണ്, ആഖിറത്ത് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമുള്ളത് അറിവാണ്. ദുനിയാവും ആഖിറത്തും ഒരുമിച്ച് നേടിയെടുക്കണമെന്ന് കരുതുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും വഴി ഇൽമാണ്. ആ ഇൽമ് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണർത്തുന്ന അറിവാണ്. ആ അറിവ് സ്വായത്തമാക്കി അള്ളാഹുവിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നു കിട്ടുന്ന കരുത്തിൽ ഇസ്സത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായി തീരുമാറാകട്ടെ. ആ ഇനത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا
على القوم الظالمين اللهم انصرنا على القوم الظالمين اللهم انصرنا على الحكام الظالمين اللهم انصر الإسلام والمسلمين في كل مكان يا رب العالمين اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المستضعفين المظلومين في فلسطين اللهم انصر إخواننا في إيران اللهم انصر إخواننا في كل مكان في العالم يا رب العالمين اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك اللهم انصر الإسلام والمسلمين وهزم أعداءنا أعداءك أعداء الدين اللهم إن أعداء الإسلام قد طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا